അടുത്ത ടോപ്പിക്ക് സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീം ട്യൂബ് ആൻഡ് സ്ട്രീക്ക് ട്യൂബ്. അതിൽ നമുക്ക് സ്ട്രീം ലൈൻ എന്താണെന്ന് നോക്കാം. സ്ട്രീം ലൈൻ ഇസ് ആൻ ഇമാജിനറി കർവ് അല്ലെങ്കിൽ ഇമാജിനറി ലൈൻ ഡ്രോൺ ത്രൂ എ flowing fluid in a flow field for a fixed instant of time in such a way that a tangent to it at any point gives the velocity of flow at that point. അതായത് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിക്സ്ഡ് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒരു ഫ്ലോ ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഫ്ലോ ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇമാജിനറി ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രീം ലൈനിൽ ഏതൊരു പോയിൻറ്റിലൂടെയും ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് കാണിക്കുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതാണ് ഈ പറയുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് എ ടാൻജൻറ്റ് ടു ഇറ്റ് അറ്റ് എനി പോയിൻറ്റ്. അതായത് ഒരു സ്ട്രീം ലൈൻ ഉണ്ട്. ആ സ്ട്രീം ലൈനിൽ നമ്മൾ ഏതൊരു പോയിൻറ്റ് സെലക്ട് ചെയ്ത് ആ പോയിൻറ്റിലൂടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാലും ആ ടാൻജൻറ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ടാൻജൻറ്റ് കാണിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ ആ പോയിൻറ്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് എന്ത് കാണിക്കുന്നത്? ഈ ടാൻജൻറ്റ് കാണിക്കുക. അതാണ് സ്ട്രീം ലൈൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക, ഇവിടെ കണ്ടോ 3 ലൈൻസ് എന്നുണ്ട്. ഈ ഫിഗർ നോക്കുക, 3 ലൈൻസ് ബ്ലൂ കളറിൽ കാണുന്നതാണ് സ്ട്രീം ലൈൻ. അപ്പോൾ ഇതൊരു സ്ട്രീം ലൈൻ ആണെങ്കിൽ ഞാനിവിടെ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു. ആ പോയിൻറ്റിലൂടെ ഞാനൊരു ടാൻജൻറ്റ് വരച്ചു എങ്കിൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? ആ പോയിൻറ്റിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ആ പോയിൻറ്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു സ്ട്രീം ലൈനകത്ത് ഏതൊരു പോയിൻ്റ് സെലക്ട് ചെയ്താലും, അപ്പോൾ ഇവിടെ കാണാം ഈ റെഡ് കളറിൽ കാണുന്നതാണ് ടാൻജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളത് വി ആണ്. ഇവിടെ വേറൊരു പോയിൻ്റ് സെലക്ട് ചെയ്തു, അതിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു, വെലോസിറ്റി കിട്ടി, അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റിലുള്ള വെലോസിറ്റി കിട്ടി. ഇവിടെ രണ്ടാമത്തെ ലൈന് നോക്കുക, ഇവിടെ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു, ടാൻജൻറ്റ് വരച്ചു, ഇവിടെ വി കിട്ടും. ഇവിടെ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു, ടാൻജൻറ്റ് വരച്ചു, വി കിട്ടും. ഇതാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രീം ലൈനിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. സ്ട്രീം ലൈൻ ഇസ് ആൻ ഇമാജിനറി കർവ് ഡ്രോൺ ത്രൂ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഇൻ എ ഫ്ലോ ഫീൽഡ് ഫോർ എ ഫിക്സ്ഡ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു ഫ്ലോ ഫീൽഡ് കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിലുള്ള ഫ്ലോയെ ബേസ് ചെയ്ത് നമ്മൾ ഇമാജിനറി ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ സ്ട്രീം ലൈൻ എന്ന് വിളിക്കാം. അതിൻ്റെ ഓരോ പോയിൻറ്റിലൂടെയും നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ കിട്ടുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് പോയിൻ്റ് നമുക്ക് കിട്ടും. ആ ഒരു പോയിൻറ്റിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് സ്ട്രീം ലൈനിലൂടെ ടാൻജൻറ്റ് വരച്ചാൽ കിട്ടും. എക്സാമ്പിൾ: path traced by the flow when obstacle like sphere or a stick is kept during its motion. അപ്പോൾ നോക്കുക, ഇതാണ് സ്ട്രീം ലൈനിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലോ എങ്ങനെയായിരിക്കും? ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഈ ഒബ്സ്റ്റക്കിളിനെ ചുറ്റിയിട്ട് അത് വീണ്ടും മുന്നോട്ട് പോകും അല്ലേ? അപ്പോൾ ഇതാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഒരു ഫ്ലോ പാറ്റേണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ആക്ച്വലി സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ 2 സ്ട്രീം ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. 2 സ്ട്രീം ലൈൻസ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ എന്ന് പറയാം ഒരു സ്ട്രീം ലൈനിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്. നോക്കുക, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു, ആ പോയിൻറ്റിലൂടെ നമ്മളൊരു റെഡ് കളറിൽ ടാൻജൻറ്റ് വരച്ചു. ഈ ഒരു പോയിൻ്റ് ആ സ്ട്രീം ലൈനിലൂടെ നമ്മളൊരു റെഡ് കളർ സ്ട്രീം ലൈനിൽ നമ്മളൊരു പോയിൻ്റ് സെലക്ട് ചെയ്തു, അതിലൂടെ നമ്മളൊരു റെഡ് കളറിൽ ടാൻജൻറ്റ് വരച്ചു. ആ ടാൻജൻറ്റ് കാണിക്കുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ദാറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് പോയിൻ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വി, ഇപ്പോൾ നമുക്കൊരു u, v ആൻഡ് w ആർ ദ വെലോസിറ്റി കമ്പോണൻസ് ഇൻ x, y ആൻഡ് z ഡയറക്ഷൻ. അതുപോലെ തന്നെ dx, dy ആൻഡ് dz ആർ ദ കമ്പോണൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ x, y ആൻഡ് ഡയറക്ഷൻ ആണെങ്കിൽ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ ഇൻ സ്പേസ് അല്ല, ഇൻ 2 x ആൻഡ് y ഡയറക്ഷൻ
മേ ബി റിട്ടൺ ആസ്. ഇവിടെ ഡി എക്സ് ബൈ യു ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ യു വി എന്ന് എഴുതുക. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സ്ട്രീം ലൈൻ ഇൻ സ്പേസ് മേ ബി റിട്ടൺ ആസ്. ഇവിടെയും അതുപോലെ ഡി എക്സ്, ഇവിടെ ഡി വൈ, ഇവിടെ ഡി സെഡ്. അപ്പോൾ ഇതാണ് ഒരു സ്ട്രീം ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സ്ട്രീം ലൈൻ ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ എന്താണ്? ഡി എക്സ് ബൈ യു ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വി. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ ഇൻ സ്പേസ് മേ ബി റിട്ടൺ ആസ്. ഇതൊക്കെ നമ്മൾ പഠിക്കുക, കാണാതെ തന്നെ പഠിക്കുക. ഒരു സ്ട്രീം ലൈനിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം ഡി എക്സ് ബൈ യു ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വി. അതുപോലെ തന്നെ ഇൻ സ്പേസ് അല്ലെങ്കിൽ കൺസിഡറിങ് 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് പറയാം ഡി എക്സ് ബൈ വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ യു ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വി ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡബ്ല്യു. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. വേർ u, v and w are the velocity components in x, y and z directions respectively, and dx, dy and dz are the components of displacements in x, y and z directions. നമുക്ക് properties of streamlines നോക്കാം. Two streamlines can never intersect each other. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരിക്കലും രണ്ട് സ്ട്രീം ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്ത് പോവില്ല. സ്ട്രീം ലൈൻസ് എപ്പോഴും പാരലലായിരിക്കും, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ആസ് ദ ഇൻസ്റ്റാൻറ്റേനിയസ് വെലോസിറ്റി വെക്റ്റർ അറ്റ് എനി ഗിവൺ പോയിൻറ്റേഴ്സ് യുണീക്ക്. അതായത് ഒരിക്കലും രണ്ട് സ്ട്രീം ലൈൻസ് ക്രോസ് ചെയ്ത് പോവില്ല. പിന്നെ രണ്ടാമതൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിൻസ് ദ സ്ട്രീം ലൈനേഴ്സ് എവരിവെയർ ടാൻജൻറ്റ് ടു ദ വെലോസിറ്റി വെക്റ്റർ ദർ ക്യാൻ ബി നോ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി at right angle to the streamline and hence there can be no flow of fluid across any streamline. അതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു സ്ട്രീം ലൈനാണ്, അതിൻ്റെ ഏതൊരു പോയിൻ്റ് എടുത്താലും എന്താണ് അതിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി വെക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വെലോസിറ്റി കമ്പോണൻറ്റ്, അതായത് ഒരു സ്ട്രീം ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു വെലോസിറ്റി കമ്പോണൻറ്റ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫ്ലോ ഒരിക്കലും ഒരു സ്ട്രീം ലൈനിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഒരു ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രീം ലൈനിൻ്റെ ഡയറക്ഷനിലാണ് ഫ്ലോ പോകുന്നത്, അല്ലെങ്കിൽ സ്ട്രീം ലൈനിന് പാരലലായിട്ടായിരിക്കും ഫ്ലോ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സ്ട്രീം ലൈനിനെ ക്രോസ് ചെയ്തിട്ട് ഫ്ലോ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. സിൻസ് ദ സ്ട്രീം ലൈനേഴ്സ് എവരിവെയർ ടാൻജൻറ്റ് ടു ദ വെലോസിറ്റി വെക്ടർ. അതായത് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും വെലോസിറ്റി വെക്ടറിന് ടാൻജൻ്റ് ആണ്. അതാണ് സ്ട്രീം ലൈനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. സ്ട്രീം ലൈനിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു സ്ട്രീം ലൈനിൻ്റെ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെ അതിലൂടെ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് ആ ഒരു ടാൻജൻറ്റ് കാണിക്കുന്നത് വെലോസിറ്റി വെക്ടർ അറ്റ് ദാറ്റ് പോയിന്റ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് പോയിന്റ്, ആ പോയിന്റിലുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സ്ട്രീം ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെലോസിറ്റി കമ്പോണൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സ്ട്രീം ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ട്രീം ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലോ പോസിബിൾ അല്ല. അടുത്തൊരു ടേമാണ് പാത്ത് ലൈൻ. പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാത്ത് ട്രേസ്ഡ് ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ അലോങ് എ ഫ്ലൂയിഡ് ഫ്ലോ. അതായത് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞു, ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ത്രൂ ദ ഫ്ലോയിങ് ഫീൽഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ആ സ്ട്രീം ലൈനിലൂടെ ഒരുപാട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. ഒരൊറ്റ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ മാത്രം ബേസ് ചെയ്ത് വരയ്ക്കുന്നതല്ല നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രീം ലൈനിൽ ഒരുപാട് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. പക്ഷേ പാത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ നമ്മൾ സെലക്ട് ചെയ്യും. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്ത് ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് എന്ത് പറയുന്നത്, പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സെലക്ട് ചെയ്തു, അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും, അത് കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നീട് ഇവിടെ വരും.
അപ്പോൾ ഒരൊറ്റ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ നമുക്ക് എന്ത് വിളിക്കാം? പാത്ത് ലൈൻ എന്ന് വിളിക്കാം. അപ്പോൾ നോക്കാം, ഇറ്റ് ഈസ് എ പാത്ത് ട്രേസ്ഡ് ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ അലോങ് ദ ഫ്ലൂയിഡ് ഫ്ലോ. അപ്പോൾ നോക്കുക, ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് t=0 ആയപ്പോൾ ഇവിടെ ആയിരുന്നു. ഇതിങ്ങനെ മൂവ് ചെയ്ത് t=t ആകുമ്പോൾ ഇവിടെ എത്തി. ഒരൊറ്റ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ മാത്രം ബേസ് ചെയ്ത് വരയ്ക്കുന്നതാണ് എന്ത്? പാത്ത് ലൈൻ എന്ന് പറയുന്നത്. ഇതെല്ലാം പാത്ത് ലൈനാണ്. ഇത് t=0 ആകുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ ആയിരുന്നു, അത് മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തി. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്ത് വരയ്ക്കുന്നതാണ് എന്ത്? പാത്ത് ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാത്ത് ലൈന് ചിലപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാം. അതായത് രണ്ട് പാത്ത് ലൈൻസ് എന്ന് പറയുന്നത് പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യാം. കാരണം ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ പാത്തിനെ ട്രേസ് ചെയ്ത് വരയ്ക്കുന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മറ്റൊരു പാത്ത് ലൈനും രണ്ട് പാത്ത് ലൈൻ തമ്മിൽ ചിലപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാം. പക്ഷേ സ്ട്രീം ലൈനിൻ്റെ കേസിൽ എന്താണ്? രണ്ട് സ്ട്രീം ലൈൻ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അറ്റ് സ്റ്റഡി ഫ്ലോ, അടുത്തൊരു പോയിന്റ് പറയുകയാണ്, അറ്റ് സ്റ്റഡി ഫ്ലോ സ്ട്രീം ലൈൻസ് ആൻഡ് പാത്ത് ലൈൻസ് ആർ ഐഡൻറ്റിക്കൽ. അതായത് സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്താണ്? സ്ട്രീം ലൈൻസും പാത്ത് ലൈൻസും സെയിം ആയിരിക്കും. ടു പാത്ത് ലൈൻസ് ക്യാൻ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ രണ്ട് സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം രണ്ട് പാത്ത് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു ടേമാണ് സ്ട്രീം ട്യൂബ്. സ്ട്രീം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ട്യൂബ് ഫോംഡ് ബൈ stream line on its surface such that the flow only enters the tube from one side and leaves it on the another side only. No flow takes place across the stream tube. അതായത് സ്ട്രീം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കുറേ സ്ട്രീം ലൈൻസ് ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പിൽ ഫോം ചെയ്തിട്ടുണ്ടാവുന്നത്. അതായത് ഇങ്ങനെ കർവ്ഡ് ഷേപ്പിൽ ഫോം ചെയ്തിട്ടുണ്ടാവുന്നതാണ് സ്ട്രീം ട്യൂബ് എന്ന് പറയുന്നത്. It is imagined to be formed by a group of streamlines passing through a small closed curve which may or may not be circular. അതായത് ഇതൊക്കെ സ്ട്രീം ലൈൻസ് ആണ്. സ്ട്രീം ലൈൻസ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവായിട്ട് ഫോം ചെയ്താൽ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടാവുന്നതാണ് എന്ത്? സ്ട്രീം ട്യൂബ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടാവും, ഈ ആരോ വെച്ച് കാണിക്കുന്നതൊക്കെ സ്ട്രീം ലൈൻസ് ആണ്. അങ്ങനെ ഒരു ക്ലോസ്ഡ് കർവിനെ ക്ലോസ്ഡ് കർവിനെ ചുറ്റിയിട്ട് നമ്മുടെ സ്ട്രീം ട്യൂബ്സ് ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ സ്ട്രീം ലൈൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രീം ട്യൂബ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി പറയാം. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ട്യൂബ് ഫോംഡ് ബൈ സ്ട്രീം ലൈൻ ഓൺ ഇറ്റ്സ് സർഫസ് സച്ച് ദാറ്റ്. അപ്പോൾ സ്ട്രീം ലൈൻസ് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പായിട്ട് ഫോം ചെയ്തിട്ടാണ് സ്ട്രീം ട്യൂബ് ഉണ്ടാകുക. ദ ഫ്ലോ only enters the tube from one side and leave it on the other side only. അതായത് ഒരു സ്ട്രീം ട്യൂബിനകത്ത് ഫ്ലോ ഒരു സൈഡിലൂടെ എൻ്റർ ചെയ്ത് മറ്റൊരു സൈഡിലൂടെ ലീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഒരിക്കലും ഒരു സ്ട്രീം ട്യൂബിനെ ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രീം ട്യൂബിന് പെർപെൻഡിക്കുലറായിട്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഒരിക്കലും ഫ്ലോ ഉണ്ടാവില്ല. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീം ട്യൂബിൻ്റെ ഒരു സൈഡിലൂടെ കടന്ന് മറ്റൊരു സൈഡിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിലായിരിക്കും സ്ട്രീം ട്യൂബ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്ട്രീം ലൈൻസ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവായിട്ട്, അതായത് സ്ട്രീം ലൈൻസ് ഇങ്ങനെ ഫോം ചെയ്ത് ഒരു ക്ലോസ്ഡ് കർവായിട്ട് ഫോം ചെയ്ത് വരുമ്പോഴാണ് സ്ട്രീം ട്യൂബ്സ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഇമാജിൻ ടു ബി ഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സ്ട്രീം ലൈൻസ് പാസിങ് ത്രൂ എ സ്മോൾ ക്ലോസ്ഡ് കർവ്. അതായത് ഒരു സ്മോൾ ക്ലോസ്ഡ് കർവ് ഉണ്ട്, അതിലൂടെയൊക്കെ ഇങ്ങനെ എ ഗ്രൂപ്പ് ഓഫ് സ്ട്രീം ലൈൻസ് പാസ് ചെയ്താൽ എന്താണ്? ഇറ്റ് വിൽ ബി എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. അതിനെ നമുക്ക് സ്ട്രീം ട്യൂബ് എന്ന് വിളിക്കാം. ഒരിക്കലും ഒരു സ്ട്രീം ട്യൂബിന് ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് ഫ്ലോ പോസിബിൾ അല്ല. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സ്ട്രീം ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഫ്ലോ പോസിബിൾ അല്ല. അതേസമയം ഒരു സ്ട്രീം ട്യൂബിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫേസിലൂടെ അല്ലെങ്കിൽ ഒരു സൈഡിലൂടെ കയറിയിട്ട് മറ്റൊരു സൈഡിലൂടെ പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും. അടുത്തൊരു ലൈനാണ് സ്ട്രീക്ക് ലൈൻ എന്ന് പറയുന്നത്. സ്ട്രീക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ട്സ് ഓൾ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ഹാസ് ഗോൺ ത്രൂ എ പോയിൻറ്റ് ഓർ സെക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ എ ഫ്ലൂയിഡ് മോഷൻ. അത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നോക്കാം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്,
ഇവിടെ ഒരാൾ നിന്ന് ഒബ്സർവ് ചെയ്യാണ്. ഇതിലൂടെ ഇങ്ങനെ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഞാനൊരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്. T=5 സെക്കൻഡ് അല്ലെങ്കിൽ T=5 o'clock. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 മണി അല്ലെങ്കിൽ 5 സെക്കൻഡ് എന്നുള്ളൊരു ടൈം, T=5 എന്നുള്ളൊരു ടൈം എന്തോ ആവട്ടെ, യൂണിറ്റ് എന്തോ ആവട്ടെ. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇതിലൂടെ ഇങ്ങനെ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇതിലൂടെയൊക്കെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് കടന്നു വരുന്ന ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളും T=5 എന്നുള്ള ഒരു ടൈമിലെത്തുമ്പോൾ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളും എവിടെയാണ് എത്തുക എന്നുള്ള നോക്കുക. അതിനെ ട്രേസ് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ T=5 അല്ലെങ്കിൽ ടൈം 5 എന്നുള്ള ഒരു യൂണിറ്റിലെത്തുമ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ, വേറൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, വേറൊന്ന് ചിലപ്പോൾ എല്ലാം കടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ അതെവിടെ എത്തുന്നു എന്നുള്ളതിനെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ സ്ട്രീക്ക് ലൈൻ എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് ദാറ്റ് ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ട്സ് ഓൾ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ that has gone through a point or section over a particular time in a fluid motion. അതായത് ഒരു പർട്ടിക്കുലർ സെക്ഷൻ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെ ഒരു പർട്ടിക്കുലർ ടൈം സെക്ഷൻ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ട്രേസ് ചെയ്ത് വരയ്ക്കുക. അതായത് പർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ പൊസിഷൻ ട്രേസ് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ T=5 എന്ന് വെച്ചിട്ട് ഇപ്പോൾ കുറേ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകും, ഒന്നൊന്നും ആയിരിക്കില്ല. അപ്പോൾ T=5 എന്നുള്ള ആ ഒരു ടൈമിൽ ആ ഒരു സെക്ഷൻ കടന്നു പോകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനൊക്കെ നമ്മൾ ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രീക്ക് ലൈൻ കിട്ടും. അതാണ് നമുക്ക് സിംപ്ലി അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഒരു ഡെഫിനിഷൻ എങ്ങനെ എഴുതണം? ഇറ്റ് ഈസ് ദാറ്റ് ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ട്സ് ഓൾ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ഹാസ് ഗോൺ ത്രൂ എ പോയിൻ്റ് ഓർ സെക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ എ ഫ്ലൂയിഡ് മോഷൻ. അപ്പോൾ നോക്കുക, T= ഈ ഒരു ഫിഗർ നോക്കുക, T=10 എന്നുള്ള ഈ ഒരു ടൈമിൽ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസും എവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ ട്രേസ് ചെയ്തിട്ട് ഒരു ഫിഗർ വരച്ചിരിക്കുകയാണ്. അപ്പോൾ T=10 എന്നുള്ള ടൈമിൽ ഫസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിക്കിളിനെ നമുക്ക് ഇവിടെ ട്രേസ് ചെയ്യാം. തേർഡ് പാർട്ടിക്കിൾ ഇവിടെ, 4 പാർട്ടിക്കിൾ ഇവിടെ, 5 പാർട്ടിക്കിൾ ഇവിടെ, പാർട്ടിക്കിൾ നമ്പർ 6 ഇവിടെ, 7 ഇവിടെ, 8 ഇവിടെ, 9 ഇവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രീക്ക് ലൈൻ എന്ന് വിളിക്കാം. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ്, ഇൻ സ്റ്റഡി ഫ്ലോ സിൻസ് ദർ ഈസ് നോ ചാൻസ് ഇൻ ഫ്ലോ പാറ്റേൺ സ്ട്രീക്ക് ലൈനേഴ്സ് in steady flow since there is no change in flow pattern, streak liners same as that of path line and stream line. അപ്പോൾ ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ എന്താണ്? സ്ട്രീം ലൈനും പാത്ത് ലൈനും അതുപോലെ തന്നെ സ്ട്രീക്ക് ലൈനും ഐഡൻറ്റിക്കൽ ആവുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്റ്റഡി ഫ്ലോയുടെ കേസിൽ ആദ്യം നമ്മൾ പറഞ്ഞു സ്ട്രീം ലൈൻ ആൻഡ് പാത്ത് ലൈൻ ആർ സെയിം എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും പറയാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രീക്ക് ലൈനെ പറ്റി പഠിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് സ്റ്റഡി ഫ്ലോ ആകുമ്പോൾ എന്താണ്? സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ ആർ സെയിം. സ്ട്രീക്ക് ലൈൻ ആർ ഐഡൻറ്റിക്കൽ എന്ന് പറയാം.